فأخرجه من الذلة والمهانة إلى العزة والكرامة، ومن عبودية الأصنام وعبودية الخلق إلى عبودية رب الخلق، ومن عبودية العباد إلى عبودية رب العباد، فأكرم به من دين وأعظم به النعمة. وليس دين من الأديان رفع مكانة العلم والعلماء مثل ديننا الحنيف، فقد رفع من شأن العلماء وأنكر مساواة المتعلم بغير المتعلم، وهل يستوي الذين يعلمون والذين لا يعلمون، وحث على النظر والاعتبار، أفلم يسيروا في الأرض فينظروا، يسيروا في الأرض فانظروا، فحث على الاعتبار والتفكر والطلب والإزادة من العلم. പരിശുദ്ധ ഇസ്ലാം അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അറബ് ലോകത്തേക്ക് നോക്കൂ, അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിന്റെ നിത്യബന്ധത്തിലേക്കാണ് അറബികളെ ഇസ്ലാം ആനയിച്ചത്. അടിമകൾ ആരാധിക്കുന്നതിൽ നിന്ന്, ബഹുദൈവ ആരാധനയിൽ നിന്ന് തൗഹീദിന്റെ മഹത്തായ വെളിച്ചത്തിലേക്ക്, സ്വർഗ്ഗത്തിലേക്ക്, ജഗന്നിയതാവിനെ മാത്രം ആരാധിക്കുന്ന സത്യത്തിലേക്ക് ഇസ്ലാം അവരെ വഴിയൊലിച്ചു എന്ന് നാം മനസ്സിലാക്കണം. എല്ലാ മതങ്ങളും ഒരുപാട് ആളുകൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇൽമിന്റെ മതം പഠിപ്പിച്ചതും അള്ളാഹിന്റെ മത സത്യപ്രസന്നയാണ്. അറിവുള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വലിയ വ്യത്യാസം. പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്, വിജ്ഞാനത്തിന് വേണ്ടി സഞ്ചരിക്കുവാൻ പരിശുദ്ധ ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. പഠിക്കാനും ചിന്തിക്കാനും ഗവേഷണം നടത്താനും എത്രമാത്രം വിശുദ്ധ ദീൻ നമ്മാൻ ചെയ്തിട്ടുള്ളത് എന്ന് നാം ഒക്കെയും ഓർക്കണം. فأوصيك يا أيها المتخرج بتقوى الله في هذا العلم الذي تلقيته عن علمائك، واحفظه في قلبك بتطبيقه والعمل به. يا أيها الذين آمنوا لم تقولون ما لا تفعلون، كبر مقتا عند الله أن تقولوا ما لا تفعلون. واحذر من المعاصي والآثام، فإنها حجاب تحجبك من الفتح الإلهي، لأن المعاصي إذا كثرت على القلب فإنها تحجب ضياء العلم، لأن المعاصي تنكت في القلب نكتة سوداء فيحجب نور العلم. كما يقول الشافعي: شكوت إلى وكيع سوء حفظي فأرشدني إلى ترك المعاصي، وأخبرني أن العلم نور ونور الله لا يهدى لعاصي. فعليك بتقوى الله، واتقوا الله ويعلمكم الله، واتقوا الله ويعلمكم الله. പഠിച്ചിട്ടുള്ള വിജ്ഞാനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ്. അതൊക്കെയും നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. അതേപോലെ തന്നെ പാപങ്ങളിൽ നിന്ന് പ്രാപിക്കണം. കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ കടാക്ഷം അന്യമായി പോകുമെന്ന കാര്യം നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇമാം ശാഫിഈ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതുപോലെ ഗുരുവായ വക്കീഅ് ഇബ്നു ജറാഹിനോട് പരാതിപ്പെടുകയാണ്, ഓർമ്മശക്തി കുറഞ്ഞു വരുന്നു എന്ന്. അപ്പോൾ പറഞ്ഞത് കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ്. ഇൽം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നൂറാണ്, അത് പാപികൾക്ക് അസാധ്യമാണ്. ألا وإن معاصي القلوب كثيرة وعديدة، ألا وأسوار الكبر الغرور، فلا تتكبر على غيرك ولا تتكبر على من هو أدنى منك. وانظر إلى قول الشاعر: تواضع تكن كالنجم لاح لناظر على طبقات الماء وهو رفيع، ولا تكن كالدخان يعلو بنفسه على طبقة الجو وهو وضيع. فهذا الكبر هو داء عظيم، وهو مزلق من مزالق طلاب العلم. فليحذر طالب العلم من أن يدخل الشيطان في قلبه وينفخ في نفسه بأنه أعظم وأعلم من في الأرض. ഓർമ്മപ്പെടുത്താനുള്ളത് ഒരിക്കലും അഹങ്കരിക്കരുത് എന്ന, മറ്റുള്ളവർക്ക് മുന്നിലാണെന്ന് ചിന്തിക്കരുത് എന്ന. കവി പറഞ്ഞിട്ടുള്ളതുപോലെ അമൂല്യമായതെല്ലാം അങ്ങനെ നിൽക്കുകയാണ്, അത് ക്രമേണ നിക്ഷേപങ്ങളിലേക്ക് എത്തിച്ചേരും. അതേസമയം ഇങ്ങനെ പൊങ്ങിക്കരിക്കുകയാണ്, പക്ഷെ അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല തന്നെ. അതുകൊണ്ട് ഹൃദയത്തിന് ഒട്ടനേകം ലോകങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മെ നാം സൂക്ഷിച്ചേ മതിയാവൂ. كما أوصيك أيضا بعد أن كنت متعلما أن تكون معلما، لأن العلم هذا يزيد بالإنفاق، بخلاف المال إذا أنفق منه نقص، فإنفاقه وزكاته والتصدر والتعليم. فإن العلم يزيد بالشرح والتصدر في أماكن العلم، فيكون هذا الترسيخ للمعلومات التي درسها في أيام ومراحل دراستك الجامعية في هذه الجامعة
الفتية التي تؤسس طالب العلم على منهج شرعي سوي، فهي تدرس الشريعة وأيضا تدرس الحقيقة، وأيضا هي صاحبة منهج معتدل وسطي، وتدرس فيها أيضا المذاهب الأربعة. فهذا كله ثروات، وهذا كله علم نافع يعود على طالب العلم زيادة في العلم والاستزادة أيضا، ويفتح له أيضا فكره ويعمق فكره فيعود أثره عليه. نعم. പഠിച്ചിട്ടുള്ള ഇൽമ് മറ്റുള്ളവർക്ക് കൈമാറുവാനുള്ള പരിശ്രമമാണ് ഇനി വേണ്ടത്. ഇൽമ് എന്ന് പറയുന്നത് ധനം പോലെയല്ല, ചുരുങ്ങിപ്പോകുന്നു, തീർന്നു പോകുന്നു. അതേസമയം നാം പഠിച്ചിട്ടുള്ളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക വഴി നമുക്ക് ഇൽമ് ധാരാളമായി വർദ്ധിക്കുകയാണ് ചെയ്യുക. ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. وفي ختام هذه الكلمة أوصيك ونفسي بتقوى الله، اعلم أنك أمين على هذا العلم وأنك مبلغ عن رسول الله، فالعلماء ورثة الأنبياء. إذا استحضرت هذا المعنى وكان حاضرا في قلبك وفي ذهنك كنت أمينا صادقا عند الله سبحانه وتعالى. وعليك بالإخلاص في قول والعمل. ولا يسعني في هذه اللحظات إلا أن أشكر فضيلة الشيخ أبو بكر على هذه الدعوة وعلى هذه المناسبة الطيبة، وهذا في ميزان حسناته. هذا وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. എല്ലാവരോടും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തണം അവസാനിക്കുകയാണ്. ജ്ഞാനത്തിന്റെ മേൽ നാം ഓരോരുത്തരും അമാനതാണെന്ന ബോധത്തോടെ പ്രവർത്തിക്കേണ്ടതാണ്. അവസാനമായി ഈ സ്ഥാപനത്തിൽ വരുവാനും ഈ പ്രവർത്തനങ്ങളുടെ എല്ലാറ്റിന്റെയും നിമിത്തം ഇന്ത്യൻ മുസ്ലിംകളുടെ നേതാവായ ഷെയ്ഖ് അബൂബക്കർ അഹ്മദ് അവളാൽ ആ വലിയ പണ്ഡിത നേതാവിനോടുള്ള എന്റെയും എന്റെ നാട്ടുകാരുടെയും ആദരവും നന്ദിയും ഇതിനെ രേഖപ്പെടുത്തിക്കൊണ്ട് വാചകങ്ങൾക്ക് വിരാമം കുറിക്കുകയാണ്. अल्लामा जीलानी अशरफ किचोचवी आपके पेश करेंगे, वो मौलाना शाहुल हमीद बरकाती बाबी तर्जुमा करेंगे. ഉത്തരേന്ത്യയിലെ പ്രമുഖ സയ്യിദ് കുടുംബവും ജീലാനി കുടുംബത്തിൽപ്പെട്ട ആൾ തന്നെ കിച്ചോച്ച ഷെരീഫിലെ സൂഫി ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് കൂടിയായ സയ്യിദ് ജീലാനി അഷ്റഫ് നമ്മോട് സംസാരിക്കുന്നു. അഖിലേന്ത്യാ സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഡയറക്ടർ മൗലാന ഷാഹുൽ ഹമീദ് ബാഖവി പരിഭാഷപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദു വനസല്ലി അലാ റസൂലിഹിൽ കരീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം.